ഭീതിയില്ലാതെ എന്ന് അന്തി ഉറങ്ങാൻ കഴിയുമെന്നാണ് ചെന്നാപ്പാറ കൊമ്പൻപാറ നിവാസികൾ ചോദിക്കുന്നത്. 20-ലധികം വരുന്ന കാട്ടാനകളുടെ കൂട്ടമാണ് ഈ മേഖലയിൽ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നത്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയ ഇസ്മായിലിന്റെ നാട്ടിൽ നിന്നും ജോസൽ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 6000 ഏക്കറോളം സ്ഥലത്താണ് ടി.ആർ.ആൻഡ്.ടി എസ്റ്റേറ്റ് വ്യാപിച്ചു കിടക്കുന്നത്. അതിൽ 500-ലധികം ഏക്കർ റീപ്ലാന്റേഷൻ നടത്താതെ വനത്തിന് സമാനമായ അവസ്ഥയിൽ കിടക്കുകയാണ്. അങ്ങനെയാണ് ശബരിമല വനാതിർത്തിയിൽ നിന്ന് വന്യമൃഗങ്ങൾ ഈ ജനവാസ മേഖലയിലേക്ക് എത്തിത്തുടങ്ങിയത്. ആനയുടെയും പുലിയുടെയും ശല്യത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ ചെന്നാപ്പാറ കൊമ്പൻപാറ നിവാസികളുടെ സ്വരം ഇടറുന്നു, കണ്ണുകളിൽ ഭീതി നിറയുന്നു. എൻ്റെ മരുമോളും ഈ കൊച്ചും കൂടെ പണിക്ക് പോകുന്നത്, അതുങ്ങൾ പേടിച്ച വെട്ടാനും ഒക്കെ പോകുന്നത് ജീവനെ ഭയന്ന്. എനിക്കതേ ഉള്ളൂ മോനെ സംസാരിക്കാൻ, വേറെ ഒന്നുമില്ല. റബ്ബർ ടാപ്പിങ്ങിന് പോയപ്പോൾ ആനയുടെ മുമ്പിൽ നിന്ന് ജീവൻ വാരിപ്പിടിച്ച് ഓടിയതിന്റെ ഓർമ്മ ഇനിയും നടുക്കമായി അവശേഷിക്കുകയാണ് ടാപ്പിംഗ് തൊഴിലാളിയായ ഓമനയുടെ വാക്കുകളിൽ. 3 ഇങ്ങോട്ട് വരുക, ഞങ്ങൾ കുറേ ഓടിയിട്ട് എല്ലാവരും വിളിച്ചു പറഞ്ഞ് അങ്ങനെയൊക്കെ ഓരോ ജോലിക്ക് പോകുമ്പോഴെല്ലാം മിക്ക ദിവസം കാണും ആന. ഒരു ദിവസം ടാപ്പിങ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ പാലെടുക്കാതെ ഓടി ആന വന്നിട്ട്. അങ്ങനെയൊക്കെ ഭയങ്കര പേടിയാണ്. ഇന്നിപ്പോൾ ഈ സംഭവം കൊണ്ട് നടന്ന പിന്നെ നാളെ മുതൽ ജോലിക്ക് പോകുമ്പോഴും പേടി തോന്നുന്നു. ടി.ആർ.ആൻഡ്.ടി എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ തെറ്റായ സമീപനങ്ങളാണ് ഈ ദുരന്തത്തിന് കാരണം എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഈ എസ്റ്റേറ്റ് മേഖലയിൽ കാട് കയറി മൊത്തം കിടക്കുകയാണ്. അതായത് വനത്തിനേക്കാളും കഷ്ടത്തിലാണ് നമ്മുടെ എസ്റ്റേറ്റ് ഇപ്പോൾ കിടക്കുന്നത്. ആ കാടെല്ലാം വെട്ടിത്തെളിച്ച് എല്ലാം കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് നമുക്ക് ജീവിക്കാം. അവിടെ മാനേജറുടെ പിടിപ്പുകേടാണ് ഈ കാർഡ് എടുക്കാതിട്ടിരിക്കുന്നത് തന്നെ. തൊഴിലാളിയെ കൊണ്ട് അയാൾ ജോലി ചെയ്യിക്കുകയില്ല. തൊഴിലാളി പൈസ മുടക്കി വെളിയിൽ നിന്ന് മെഷീനെ അടിക്കുന്നുണ്ട്, കള വെട്ടിക്കുന്നുണ്ട്. ഇപ്പോൾ അത് കുറേ നാൾ കൊണ്ട് ഈ പുള്ളി അത് ചെയ്യിക്കുന്നില്ല. അതൊക്കെ ചെയ്യിച്ച് നല്ല വൃത്തിക്ക് ഇട്ടുകൊണ്ടിരുന്ന. കൊമ്പൻപാറ പ്രദേശത്ത് 40-ലധികം കുടുംബങ്ങൾ താമസിച്ചിരുന്നതാണ്. വന്യമൃഗശല്യം വർദ്ധിച്ചതോടെ ഇവിടം വിട്ടുപോകാൻ വേറെ മാർഗങ്ങൾ ഒന്നുമില്ലാതിരുന്ന 3 കുടുംബങ്ങൾ മാത്രം അവശേഷിച്ചു. അതിൽ ഒരാളുടെ ജീവനാണ് ഇപ്പോൾ കാട്ടാന അപഹരിച്ചത്. 20-ലധികം വരുന്ന കാട്ടാനകളുടെ കൂട്ടമാണ് ദിനംപ്രതി ഈ ജനവാസ മേഖലയിലേക്കടക്കം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ശാശ്വതമായ പരിഹാരമുണ്ടാകണമെങ്കിൽ വനം വകുപ്പും ഈ എസ്റ്റേറ്റ് മാനേജ്മെന്റും കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കണം. ക്യാമറമാൻ സുഭാഷ് ജെയിംസിനൊപ്പം ജോസൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്, ഇടുക്കി.